ചവിട്ട് നാടകം ക്രൈസ്തവ കേരളത്തിൻ്റെ പൗരാണികമായിട്ടുള്ള മാർഷ്യൽ ആർട്ട് ഫോം, അതായത് സൈനിക പാരമ്പര്യമുള്ള കലാരൂപമാണ് ചവിട്ടുനാടകം. അതായത് ഈ ചവിട്ടുനാടകത്തിൻ്റെ പ്രധാനം ഇതിൻ്റെ ഊർജം വരുന്ന ചവിട്ടിലാണ്. ഏതാണ്ട് 12 ചുവട് മുറകളുണ്ട്, 4 കവിത്തങ്ങളുണ്ട്. കവിത്തങ്ങളെന്ന് പറയുന്നത് ചുവട് മുറകളുടെ തന്നെ മിക്സിംഗ് ആണ്, വ്യത്യസ്തമായ മിക്സിംഗ് ആണ് കവിത്തങ്ങൾ വരണത്. അത് ഗണപതി കവിത്തം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ സീതാ കവിത്തം, അങ്ങനെ ഉണ്ട് 4 കവിത്തങ്ങളുണ്ട്. ഈ കവിത്തങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മളുടെ പടയണിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ദ്രവീഡിയൻ കലകളിൽ നിന്ന് ചവിട്ടുനാടകത്തിലേക്ക് വന്നു ചേർന്നതോ ആശാന്മാർ സ്വാംശീകരിച്ചതോ ആകാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ചവിട്ടിനാണ് പ്രാധാന്യമുള്ളത് കൊണ്ട് ആദ്യം മുതലൊക്കെ ഇതിന് കളരിപ്പയറ്റുമായിട്ടാണ് കൂടുതൽ ബന്ധങ്ങൾ. ഇതിൻ്റെ മുറകളെല്ലാം നോക്കുമ്പോൾ മാർഷൽ ആർട്സ് ഫോം ആയതുകൊണ്ട് തന്നെ മുറകളെല്ലാം നോക്കുമ്പോൾ കളരിപ്പയറ്റിൻ്റെ പല മുറകളുമായിട്ട് അടുത്ത അനുകരണവും വിദൂരമായിട്ടുള്ള ഒരു സമാനതയോ പല ചുവടുകളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏതാണ്ട് 60% കലകൾ നമ്മുടെ സൈനിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വന്നതുപോലെ തന്നെയാണ് കടലോരത്ത് ചവിട്ടുനാടകം നിലവിൽ വന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂംസ് സ്വല്പമൊക്കെ യക്ഷഗാനമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിലും ശരിക്കും എലിസബത്തൻ തിയേറ്ററാണ് കോസ്റ്റ്യൂം ഫോളോ ചെയ്യണത്. അതായത് രാജകീയമായ രാജകീയ ഇപ്പോൾ രാജാവ് രാജാവിനെ പോലെ, അതുപോലെ തന്നെ രാജ്ഞി രാജ്ഞിയെ പോലെ എല്ലാം റിയലിസ്റ്റിക് ഫോംസാണ്. റിയലിസ്റ്റിക് ഫോമാണ്. അതിൻ്റെ എല്ലാവിധ ഉടയാടകളും ചമയ അലങ്കാരങ്ങളും കൂടിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മളുമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ട്. യൂറോപ്യൻ കലയുമായിട്ട് കോസ്റ്റ്യൂംസിന് ബന്ധമുള്ളത് കൊണ്ട് കാല് ഫുഡിന് നമുക്കറിയാം കഥകളി പോലെയുള്ള ബെയർ ഫുഡല്ല. അതേസമയം അവിടെയെല്ലാം ഷൂസ് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഷൂസ് ഉപയോഗിക്കുന്നത് നല്ല കടലിപ്പയറ്റിനുകൊണ്ട് അതിൻ്റെ ശക്തി ചാട്ടങ്ങൾ ഒത്തിരി ഇതിനകത്തുണ്ട്. അവന് ചുവടുകളുള്ള കാരണം ചുവടുകളുടെ ക്രമീകരണങ്ങളിൽ താളങ്ങൾ ഋതമുണ്ട്. അത് പലകയിൽ അടിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു അനുഭവ ആസ്വാദന ശേഷിയുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൊണ്ട് ചവിട്ടുനാടകം എന്ന് പറയുമ്പോൾ ദ്രവീഡിയൻ ആർട്ട് ഫോം അതിൻ്റെ കോറിയോഗ്രഫിയിൽ, അതിൻ്റെ ചുവടുമുറകളിൽ, കോസ്റ്റ്യൂംസിൽ അതൊരു പാശ്ചാത്യ ആർട്ട് ഫോം. കാര്യം തയ്യൽ നമുക്ക് വശമില്ല. നമുക്ക് അരക്കച്ചയും പിന്നെ മേൽമുണ്ടും ഒക്കെയാണ് നമ്മുടെ വസ്ത്രത്തിലുണ്ടായിരുന്നത്. യൂറോപ്യൻസ് ഇവിടെ വന്നപ്പോൾ ഈ തയ്യൽ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ചവിട്ടുനാടകത്തിലൂടെയാണ് തയ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് കേരളത്തിൽ, കാര്യം കലയുടെ രൂപത്തിൽ. പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 400 വർഷത്തേക്കേറെ പഴക്കമുണ്ട് ഈ കലാരൂപത്തിന്. അതായത് ചവിട്ടുനാടകം കഥകളിയിൽ നിന്നാണ് വന്നെന്ന് ചില ആൾക്കാർ നിരീക്ഷിക്കണത് ശരിക്കും ചരിത്ര വസ്തുക്കളോട് അത്രയ്ക്ക് യോജിച്ച് പോകണം അല്ലെന്നുള്ളതാണ് പൊതുവെയുള്ള ഇപ്പോഴവസാനത്തെ ഇതിൻ്റെ ഫൈൻഡിങ്സ് വെളിപ്പെടുത്തുന്നത്. പിന്നെ ഇതിൻ്റെ കഥകളെല്ലാം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ചിന്നത്തമ്പി അണ്ണാവി, വേദനായ അണ്ണാവിമാരായിട്ടുള്ള ആദ്യകാല ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ മിഷണറിമാരായിരുന്നു, ഇൻഡോ പോർട്ടുഗീസ് മിഷണറിമാരായിരുന്നു ഈ കഥാരൂപത്തെ ഇവിടെ കൊണ്ടുവന്നത്. കാര്യം പ്രധാനപ്പെട്ട കഥ കാർസ്മാൻ കഥ 16 ദിവസം കളിച്ചിരുന്നതാണ്. കാർസ്മാൻ കഥ ഒരു യൂറോപ്യൻ കഥയാണ്. പ്രത്യേകിച്ച് 8-ാം നൂറ്റാണ്ടിൽ നടന്ന കാർസ്മാൻ, ചാൾമെയിൻ ദ ഗ്രേറ്റ്, അതാണ് ആ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്, ആ ഹീറോയുടെ പേര്. മഹാനായ ചാൾസ് ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഹോളി റോമൻ എംപയർ, അതായത് യൂറോപ്പിൻ്റെ ഏകീകരണത്തിലൂടെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുത്തു. അതായത് യൂറോപ്യൻസ് ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുത്ത് യേശുക്രിസ്തു ഈശോ ജനിച്ച സ്ഥലങ്ങളിലെല്ലാം, അതുപോലെ അറബികൾ, ടർക്സ് അത് കൈയടക്കി കഴിഞ്ഞപ്പോൾ അവിടെ വിശ്വാസികൾക്ക് പോകാൻ പറ്റാത്ത, തീർത്ഥാടനം നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ തീർത്ഥാടനത്തിന് വേണ്ടി ഒരു പ്രതിരോധം ഉണ്ടാക്കി. അതിനാണ് കുരിശു യുദ്ധങ്ങളെന്ന് നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ ചാൾമേനും കുരിശു യുദ്ധവും തമ്മിൽ 400 കൊല്ലത്തെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ഇങ്ങനെ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയണത് ഒർലാൻഡോ ഫുറിയോസോ എന്നുള്ള ഒരു എപ്പിക്കിൽ നിന്നാണ് ചവിട്ടുനാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഹീറോ ആയ കാർസ്മാൻ കഥ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സാഹിത്യ സൃഷ്ടി എന്ന നിലയിൽ ഒരു ചരിത്ര സൃഷ്ടി ചരിത്രം കണ്ടെത്തുന്നതിനേക്കാൾ ഉപരി അത് സാഹിത്യ സൃഷ്ടിയായിട്ട് വിലയിരുത്താൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതായത് ചവിട്ടുനാടകത്തിൻ്റെ, അതുകൊണ്ട് തന്നെ ചവിട്ടുനാടകത്തിൻ്റെ കഥകൾ, അതിൻ്റെ ആദ്യ തീംസ് എല്ലാം വീരരസം എന്ന് പറഞ്ഞാൽ യുദ്ധവീരമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. വീരരസം എന്ന് പറയാൻ പറ്റത്തില്ല, വീരരസം എന്ന് മാത്രം പറ്റത്തില്ല. കാര്യം ചവിട്ടുനാടകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വാർത്തരുവുണ്ട്, യുദ്ധത്തരുവുണ്ട്.
അപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പുള്ള പാട്ടുണ്ട്, പാടിക്കൊണ്ട് തന്നെയാണ് യുദ്ധം ചെയ്യണത് പോലും. അതിനുള്ള പ്രത്യേക സ്റ്റെപ്പുകളുണ്ട്. ഇതെല്ലാം ആകെപ്പാടൊരു സൈനിക പാരമ്പര്യത്തിൻ്റെ പരിവേഷം നമുക്ക് വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരുപക്ഷെ ഒരു ഏക കലാരൂപം ചവിട്ടുനാടകമാണ്. യൂറോപ്യൻ കലകളിൽ പലപ്പോഴും യുദ്ധം ലൈവായിട്ട് കാണിക്കാറില്ല. ചവിട്ടുനാടകത്തിൽ ഇപ്പോൾ പരിചയം നമ്മളെ കഥകളിലൊക്കെ കീചകവധമൊക്കെ ഉള്ളതുപോലെ ചവിട്ടുനാടകത്തിൽ യുദ്ധം നേരിട്ട് കാണിക്കുന്നുണ്ട്, നേരിട്ട് പടവെട്ടി കാണിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു യൂറോപ്യൻ കല മാത്രമല്ല, യൂറോപ്യൻ തീംസാണ്. അതേസമയം തന്നെ നമ്മളുടെ കലാസങ്കേതങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, കേരളീയ കലാസങ്കല്പങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, ദ്രാവിഡ ചുവടുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദ്രാവിഡ ചുവടുകൾ ഉപയോഗിക്കുന്ന യൂറോ ദ്രവീഡിയൻ, അതായത് യൂറോപ്യൻ കോസ്റ്റ്യൂംസ്, യൂറോപ്യൻ തീംസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ കോറിയോഗ്രഫി, കേരള കോറിയോഗ്രഫി ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പക്ഷേ അത്യപൂർവമായ ഒരു യൂറോ ദ്രവീഡിയൻ കലാരൂപമാണ് ചവിട്ടുനാടകം.